ഇപ്പം ശ്രീമയി പറഞ്ഞതുപോലെ ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കാം എന്ന് ചിന്തിച്ചു. എത്രത്തോളം സുഗമമാണ് അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാണ് ഒരാൾക്കൊരു വീട് കിട്ടുക എന്നുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ? അത് വലിയ ചോദ്യമാണ് കേരളത്തില്. അതെ, അതായത് ട്രാൻസ് വുമൺ അല്ലെങ്കിൽ സിംഗിൾ വുമൺ ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, വിഡോവർ, ഡിവോഴ്സ്, വീട്ടിൽ പിന്നീട് ഒരു LIC പോളിസി എടുക്കാൻ വീട്ടിൽ വരുന്നയാൾ ആദ്യം ചോദിക്കുന്നത് ചേട്ടനുണ്ടോ എന്നാണ്. അപ്പോൾ ചേട്ടൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറയുന്ന സമൂഹത്തിലാണ് എന്താണ് പോളിസിയെക്കുറിച്ച് തീരുമാനിക്കാൻ സ്ത്രീക്ക് കെൽപ്പില്ല എന്ന്, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് കാര്യമല്ല എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് ഭയങ്കര സ്ട്രഗിളാണ്. അത് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഭർത്താവില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വീട് കണ്ടെത്തുമ്പോൾ ഒപ്പം അച്ഛനോ അല്ലെങ്കിൽ അമ്മാവനോ ഒക്കെ ഉണ്ടെങ്കിലേ വീട് കിട്ടുള്ളൂ. താമസിക്കാൻ വീട് കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ മീഡിയയിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർക്ക് ഒരു സ്ഥലത്ത് പോയാൽ ഈ വൈകി വരുമ്പോൾ നിൽക്കാനൊരു അവസരമില്ല. ആ നിൽക്കുന്നിടത്ത് അവർക്ക് 5 സ്ത്രീകൾക്കാണെങ്കിൽ ഒരുമിച്ച് വീട് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ നോഷൻ മാറാതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇനി ഒരു ആണും പെണ്ണും കൂടി എടുക്കുന്ന വീട് ഉണ്ടെങ്കിൽ തന്നെ അല്ല, അങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിന് സൗകര്യമുള്ള ഒരു റിലേഷൻ പറഞ്ഞു കൊടുക്കണം ഇവർ രണ്ടുപേർ തമ്മിൽ എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലാവാത്ത ഇവർക്ക് തമ്മിൽ ചിലപ്പോൾ അവരാ പറയുന്ന റിലേഷൻ മനസ്സിലാവില്ലായിരിക്കും. എങ്കിലും അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മാത്രമേ കേട്ട് പരിചയമുള്ള ഒരു ബന്ധം അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ബന്ധം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഒറ്റയ്ക്കൊരു വീട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പലതരത്തിൽ ഏത് കാര്യത്തിലും ആരാണ് എന്ന് ഇതിൻ്റെ തുടൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് ആരാണ് യജമാനൻ എന്ന് ചോദിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു സൗഹൃദം ഇല്ലാതിരിക്കുന്നത്, പിന്നീട് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജീവിക്കാൻ കെൽപ്പുണ്ടാക്കുന്നതൊക്കെ ഭയങ്കര സ്ട്രഗിളാണ് സ്ത്രീ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്ന സ്ത്രീ അത്ര സുഖമുള്ളതായതുകൊണ്ടല്ലല്ലോ. ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങളും സ്ട്രെസ്സും ഉള്ളത് കൊണ്ടായിരിക്കും ഇനി ഇങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം ഫേസ് ചെയ്യുന്നത് കുടുംബക്കാർ ഇതിൻ്റെ 7 ഇരട്ടി സ്ട്രെസ് കൊടുക്കലാണ്. എല്ലായിടങ്ങളിലും എന്ത് ചെയ്യണം, പുറത്ത് പോകുമ്പോൾ കൂടെ ആരെങ്കിലും കൂടെ പോകണം, അല്ലെങ്കിൽ എവിടെയാണ് പോകുന്നത് എന്ന് അന്വേഷിക്കുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു എന്ന് അന്വേഷിക്കുന്നു, ആരൊപ്പമാണ് നീ ഉള്ളതെന്ന് അന്വേഷിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രെസ്സിൻ്റെ 7 ഇരട്ടി സ്ട്രെസ് വീണ്ടും ഈ സ്ത്രീ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് തന്നെ സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ത്രീക്ക് ആ സ്ട്രെസ് കൊടുക്കുന്ന സമൂഹം വ്യക്തിപരമായ വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കഴിവുകളുമുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ, അംഗീകരിക്കാതെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ സൗഹൃദം ഇല്ലാത്ത ഒരാള്, എനിക്ക് ഫ്രണ്ട്സേ ഇല്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് എത്തും. കാരണം ഇവരുടെ ഉള്ളിലുള്ളത് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളില്ലാതെയാവാ. ചിലർ പറയില്ലേ, എൻ്റെ അമ്മ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ്. അയ്യോ, അല്ലേ? അച്ഛൻ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, അമ്മാമൻ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, ബ്രദർ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, ബ്രദറിന്റെ വൈഫിന് ബെസ്റ്റ് ഫ്രണ്ട് ആവാം. ഇവരൊക്കെ അതത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന, ഞാൻ ഈ റോള് മാത്രമേ ചെയ്യുള്ളൂ. എന്നോട് പറഞ്ഞിരിക്കുന്ന അച്ഛനായിട്ട് അഭിനയിക്കാറ്, ഞാൻ അച്ഛനേ ഉള്ളൂ, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫ്രണ്ട് ആവാൻ എനിക്ക് പറ്റൂല എന്നൊരു അച്ഛൻ അല്ല ഈ മകൾ വിചാരിക്കുക, അയാൾ അച്ഛൻ്റെ റോളല്ലേ ചെയ്യുന്നത്, അയാളെ ഞാൻ എന്തിനാണ് സുഹൃത്തായിട്ട് കാണുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ആരെങ്കിലും ഒരാൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ, എന്തും സംസാരിക്കാൻ. ചില സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോയി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അയ്യോ, എൻ്റെ കൂടെ ഇത് ഷെയർ ചെയ്യാൻ അല്ലെ, അത് വരും, ഭയങ്കര സങ്കടം വരും. അപ്പൊ ഫോൺ വിളിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയെന്നറിയോ, എന്തോരു ഭംഗിയാന്നറിയോ, ഇപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി അയച്ച്, ആ എക്സൈറ്റ്മെന്റിൽ അത് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ചേച്ചി പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പോൾ നമ്മളെ ചിലപ്പോൾ താങ്ങി നിൽക്കുന്നത്
നിർത്തുന്നത് സ്ത്രീ സൗഹൃദങ്ങളായിരിക്കും. നമുക്ക് താങ്ങുണ്ട്, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പോംവഴികളുണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷേ സന്തോഷം കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് പുരുഷ സുഹൃത്തുക്കളായിരിക്കും കൂടുതലുണ്ടാവുക. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞ് ഒരിടത്ത് പോകണം, എൻ്റെ ഹാപ്പിനെസ് അങ്ങനെയായിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് ഒരു ചായ കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് ഒരു പരിപാടി കാണാനായിരിക്കും. അതിന് എനിക്ക് ഒരു സ്ത്രീ കൂട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും. അപ്പോൾ കിട്ടില്ല, കാരണം അവർക്കും ഇതുപോലെ ചിലപ്പം നേരത്തെ പോകണം എന്നുള്ള ചോയ്സസ് ഡിഫറൻസ് വരും. ആ ചോയ്സസ് ഡിഫറൻസ് ഇല്ലാതെ ഒരുമിച്ച് 2 സ്ത്രീകൾ വരികയാണെങ്കിൽ 7 ഇരട്ടി ബലമായിരിക്കും. പക്ഷെ അങ്ങനെ ഉള്ളത് വളരെ വിരളം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നേരത്തെ പറഞ്ഞ നോഷൻസ് ഇവർ തമ്മിൽ എന്തൊക്കെയോ ആണ്. അപ്പോഴും ആ സുഹൃത്തിനെയും ഏത് അർദ്ധരാത്രിയിലും പോണ്ട എന്ന് പറയാൻ ഒരു നകുലൻ ഇല്ലാതിരുന്നാ മതി. അല്ലേ, ഈ നകുലന്മാര് വരുമ്പോഴല്ലേ നാഗവല്ലിമാരുണ്ടാവും. ഇപ്പൊ നോർമലി ഞാനിങ്ങനെ വന്നോണ്ടിരുന്ന സമയത്ത് സാധാരണ 10-10:30 ഞാൻ വീട്ടിലെത്തുന്നത്. ജോലി കഴിഞ്ഞിട്ട് 10:30 എത്തുന്നത്. നോർമലി എൻ്റെ അമ്മ ഡോർ തുറന്നു തരും, വീട്ടിൽ കയറാം, ഭക്ഷണം കഴിക്കും, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചേഞ്ച് ആയതിനു ശേഷം 6 മണിക്ക് ശേഷമേ കയറാവൂ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. അപ്പൊ എന്ത് ചേഞ്ചാണ് എനിക്ക് ഉണ്ടായത്? നീ ഇപ്പൊ പെണ്ണാൻ മാറിയില്ലേ, അതുകൊണ്ട് 6 മണിക്ക് മുമ്പ് കയറണം. ഞാൻ പറയും, ഞാൻ സാധാരണ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്, സെയിം കണ്ടക്ടർ, സെയിം ഡ്രൈവർ, സെയിം സ്റ്റോപ്പ്, വേറെ ഒന്നിനും ഒരു വ്യത്യാസമില്ല. ഞാനൊരു ജെൻഡർ മാത്രമേ ചേഞ്ച് ആയിട്ട്. ഞാൻ പറയാം, എൻ്റെ എത്രയോ ഫ്രണ്ട്സ് രാത്രി 12 മണിക്കോ 1 മണിക്കൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ട്. അത് ഈ പറയുന്ന മാതിരി എൻ്റെ വീട്ടിലൊരു നകുലൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ എന്നെയും റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഒരാള് വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കും ഈ പറയുന്ന ഒരു ഇത് പിന്നെ മറ്റൊന്ന്, സൗഹൃദത്തിനെ പുരുഷനും അത്ര തുറന്ന് മറ്റൊരാളുമായിട്ട് ഇതിപ്പോ എൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയാണ്, കസിനാണ്, ഞാൻ ഐ വിൽ ബേസ്റ്റ് ഔട്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ ആ റിലേഷൻ തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകും. ഞാൻ എൻ്റെ ഐഡന്റിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാതെ ഇത് സംവൺസ് ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയുന്നിടത്ത് തന്നെ അയാളുടെ ആ റിലേഷൻ അർഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് എവർ മേ ബി ദ റിലേഷൻ, ആ റിലേഷൻ അത് ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നത് പോലെ അങ്ങനെ ഒത്തിരി പേരുണ്ട്. കാരണം പുള്ളി പറയുന്നത് മറ്റൊരാളെ പേടിച്ചിട്ടാണെന്നാണ്. ആ പേടിക്കുക എന്ന് പറയുന്നത് സൗഹൃദത്തിനെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള സൗഹൃദം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സൗഹൃദം ശരിക്കും പുരുഷന്മാരും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ വല്ലാതെ ഒരു ഭയമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു പെണ്ണും ആണും ആവുമ്പോഴുണ്ടാകുന്ന ആ ഒരു അന്തരീക്ഷം പേടിച്ചാണ് പലപ്പോഴും നേരത്തെ അല്ലേ ഒരു സമാധാനത്തിന് ഇതെല്ലാം ശരിക്കും അതാണ്. ഞാൻ 35 വയസ്സിൽ 10 വയസ്സും 5 വയസ്സും പ്രായമുള്ള എൻ്റെ പെൺമക്കളെ എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ മാറിപ്പോയതാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതിൽ നിന്നൊക്കെ, നിങ്ങൾക്ക് ഭർത്താവില്ലെങ്കിൽ നീ ആർ ക്ലാസിഫൈഡ് ആസ് ഒടയനില്ല ചരക്ക്. മനസ്സിലായി? ഒടയനില്ല ചരക്ക്. അപ്പം ഈ ചരക്കിന് ഒടയനില്ലാത്ത ചരക്കാവുമ്പോൾ പിന്നെ ആർക്ക് വേണമെങ്കിലും ഒന്ന് കൈവച്ച് നോക്കാമല്ലോ. അതാണ് പലരും ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് ഭയങ്കര പാരനോയ്യ. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വരുന്നത് സൗഹൃദത്തിനാണോ അതോ ഈ ഉടയനില്ലാ ചരക്കാണെന്ന് കണ്ടിട്ടാണോ? എനിക്കാണെങ്കിൽ എൻ്റെ 2 പെൺകുട്ടികളുണ്ട്, എനിക്ക് അതും ഭയങ്കര പേടിയായിരുന്നു. എന്നുവെച്ചാൽ ഈ 2 കൊച്ചുകുട്ടികളല്ലേ, 10ഉം 5ഉം വയസ്സേ ഉള്ളൂ. അവരുടെ അടുത്ത് ഇവർ ഈ പറഞ്ഞ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്നൊന്നും നമുക്കറിയില്ല. സോ ഐ വാസ് ടെറിഫൈഡ്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വളരെ അക്കാഡമിക്കായ വളരെ വളരെ പ്രൊഫഷണലായ സൗഹൃദങ്ങളും അത്രയും ഡിസ്റ്റൻസും ഒക്കെ നിലനിർത്തിയിട്ട് തന്നെയാണ് ഞാൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇതും തമ്മിൽ ബന്ധമുണ്ടോ? ഏത് അതൊരു ക്രൈറ്റീരിയ ആയിരുന്നു അല്ല, പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അതിനൊരു മറയുണ്ടല്ലോ. നമുക്ക് യു ഡോണ്ട് ഹാവ് ടു ആ പടിയുടെ നമ്മൾ നിന്ന് സംസാരിച്ചാൽ മതി. അല്ലോ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ ഡിഫറെന്റ്, വളരെ പ്രൊഫഷണലായ പിന്നെ ചർച്ച ചെയ്യുന്ന വേറെ ആയിട്ട് കൃത്യമായിട്ട് നിലനിർത്തിയിട്ട് തന്നെയാണ് ഈ സൗഹൃദങ്ങളെ. ഇപ്പൊ സിനിമ പോലും, നിറം എന്ന സിനിമ, നിറം ആദ്യ പകുതിയിലൊക്കെ സൗഹൃദത്തിൽ എത്ര മനോഹരമായിട്ടാണ് അത് കൊണ്ടുവന്നത്. അവസാനം അവരെ തമ്മിൽ കെട്ടിച്ച് മാത്രമേ ആ സിനിമ എത്ര വിരുദ്ധതയാണ്.
സൗഹൃദത്തെ എത്ര സൗഹൃദ വിരുദ്ധമായിട്ടാണ് ആ സിനിമ എൻഡ് ചെയ്യുന്നത്. ഇതേപോലെയാണ് മിക്കവാറും ഉള്ള കഥകളല്ലായിരുന്നു. നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും അവസാനം കൊണ്ടുപോയി കെട്ടിച്ചില്ലെങ്കിൽ തീരെ ഒരു സമാധാനക്കേട് വരും. പരിചയമുള്ള ഒരു ഇക്വേഷനിൽ എത്തിച്ചു നിർത്തുക എന്നുള്ളതാണ്. അല്ലെ കാര്യം എന്ന് വെച്ചാൽ മലയാളി സ്ത്രീകൾ പലരും പണ്ടേ മച്ച് മോർ ഇവോൾവ്ഡ് ദാൻ മെൻ. ഇന്ന് മലയാളി സ്ത്രീകൾ ഡെഫിനറ്റ്ലി മോർ ഇവോൾവ്ഡ് ദാൻ മെൻ. ഇവിടുത്തെ ആണുങ്ങളെക്കാളും ഇവോൾവ്ഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എവല്യൂഷൻ ഇല്ലാതെ ആണുങ്ങളുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സത്യം പറഞ്ഞാൽ അവരുടെ കുറ്റം പറയാൻ നമ്മൾ പറ്റും. അല്ല, അങ്ങനെ അല്ല, കുറെ കൂടി ഇവോൾവ്ഡ് ആണ് സ്ത്രീകൾ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ ടെൻഷൻസ് കൂടാനുള്ളൊരു കാരണം കേരളത്തിലെ.